പക്ഷേ ഇപ്പോൾ PM-ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് CPM-ഉം CPI-യും തമ്മിലുള്ള രാഷ്ട്രീയ കോലാഹലമാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പക്ഷേ ഈ PM-ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ ഉണ്ടായ സംഭവ വികാസമല്ല. എത്രയോ കാലം മുമ്പ് കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചർച്ച നടത്തിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ പുറത്ത് കാണുന്ന കള്ളക്കളിക്ക് അപ്പുറത്തേക്ക് അകത്ത് നടന്ന യാഥാർത്ഥ്യമായ ചില സംഭവങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അകത്ത് നടന്നത് ഇതിന് നേരെ വിരുദ്ധമായൊരു കഥയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അതിൻ്റെ ഫയലുകളും സർക്കാരും തമ്മിൽ ഇപ്പോൾ ഈ പറയുന്നതിന് വിരുദ്ധമാണ്. ഫയലുകളിൽ കാണുന്നത് സത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലേക്ക് NEP വന്നു, അതാണല്ലോ ഇപ്പോൾ പ്രശ്നം. PM-ശ്രീ ഒപ്പുവെച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതെന്തിനാണ്? തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാനാണ്. തടഞ്ഞു വെച്ച ഫണ്ട് ഈ PM-ശ്രീയിൽ ഒപ്പുവെച്ചാൽ നമുക്ക് NEP അംഗീകരിക്കേണ്ടി വരും. അപ്പൊ NEP എന്തോ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. PM-ശ്രീ അതിന്റെ തുടക്കമാണ് എന്ന മട്ടിലാണല്ലോ. അങ്ങനെ ഒരു നെറേറ്റീവാണ് ഇവർ ഉണ്ടാക്കുന്നത്. എന്തുമാത്രം വലിയ നുണയെന്നറിയോ? NEP എന്നാ വരുന്നത്? 2021 വരുന്നത്. 2021 വന്ന പദ്ധതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ പോളിസി വന്ന അന്നു മുതൽ കേന്ദ്ര ഗവൺമെന്റും കേരള വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ആരോടാണ്? നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം 2 മന്ത്രിമാരാണ്, രണ്ടും CPM-ന്റെ മന്ത്രിമാരാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദുവാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇതിൽ ശിവൻകുട്ടിക്ക് മാത്രമായിട്ട് എങ്ങനെ ഒരു പുതിയ NEP ഉണ്ടാകുന്നത്? ഒരു കണക്ക് ഞാൻ പറയാം. 2021 മുതൽ NEP വന്നല്ലോ. 2022 കേരളം നടപ്പാക്കിയിട്ടുണ്ട്. ആര്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് വെച്ചാൽ ബിന്ദുവിന്റെ വകുപ്പ് 2022 നടപ്പാക്കി. എന്താ എവിടെ? ഉന്നത വിദ്യാഭ്യാസത്തിൽ, കോളേജ് വിദ്യാഭ്യാസത്തിൽ NEP എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വന്നത് ഓർമ്മയുണ്ടോ? 2 പരിഷ്കാരങ്ങളായിരുന്നു ബേസിക് ആയിട്ട് വന്നത്. ഒന്ന് ABC എന്ന് പറയും, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് സമ്പ്രദായം. മാർക്കല്ല, പഴയ സ്കോറല്ല, ഈ പറഞ്ഞ ഇതല്ല, എന്താ പറയാ, ഗ്രേഡും അല്ല, ക്രെഡിറ്റ് ആണ്. അതൊരു പുതിയ സമ്പ്രദായമാണ് ABC. ഓരോ യൂണിവേഴ്സിറ്റിയും ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് മാറണം. ക്രെഡിറ്റ് അനുസരിച്ച് ഡാറ്റ UGCയുടെ സൈറ്റിൽ ഈ ഓരോ കോഴ്സിൻ്റെയും ഓരോ വിദ്യാർത്ഥിയുടെയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് NEP പ്രകാരം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സംസ്ഥാനവും അതിൽ രജിസ്റ്റേർഡ് ആകുന്നത്. അതിൻ്റെ പേരെന്താണ്? അതിനാണ് ഈ അബാർ എന്ന് പറയുക. അബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് രജിസ്ട്രി എന്ന് പറയും. അബാർ, ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് രജിസ്ട്രി. അതിൽ രജിസ്റ്റർ ആകുന്ന ഓരോ വിദ്യാർത്ഥിയും NEPയുടെ ഭാഗമാണ്. അതിലെങ്ങനെ രജിസ്റ്റേർഡ് ആകുന്നത്? ഇവൻ്റെ ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. ഇത് എന്ന് മുതൽ തുടങ്ങി? 2022 മുതൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ക്രെഡിറ്റ് സമ്പ്രദായം നടപ്പാക്കി അബാറിൽ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അബാറിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ NEPയിൽ രജിസ്റ്റർ ചെയ്തു 2022 തൊട്ട്. ഇനി ഒന്ന് ക്രെഡിറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ് കോളേജുകൾ നടപ്പാക്കാൻ പറഞ്ഞത്? FYUG ആണ്. എന്താണ്? 4th ഇയർ അണ്ടർ ഗ്രാജുവേഷൻ. 4 കൊല്ലം കൊണ്ട്, നമ്മളൊന്നും പഠിച്ച രീതിയല്ല. 2 കൊല്ലം പ്രീ ഡിഗ്രി, 3 കൊല്ലം ഡിഗ്രി, 2 കൊല്ലം PG, അങ്ങനെയല്ല. പുതിയ NEP വന്നപ്പോൾ വന്ന സമ്പ്രദായമാണ് FYUG എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് ചേർന്നാൽ 4 കൊല്ലം കൊണ്ട് ഡിഗ്രിയും കിട്ടും, PGയും കിട്ടും. അതാണ് ആ സിസ്റ്റം. ആ സിസ്റ്റം നമ്മൾ നടപ്പാക്കിയില്ലേ? എല്ലാ യൂണിവേഴ്സിറ്റിയും നടപ്പാക്കി. 2024 എല്ലാ യൂണിവേഴ്സിറ്റികളും ആരംഭിച്ചു, എല്ലാ കോളേജുകളും ആരംഭിച്ചു 2024. ഇപ്പോൾ നമ്മൾ തർക്കം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ NEP അംഗീകരിച്ചോ ഇല്ലയോ? അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇനി അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ NEPക്കെതിരായിട്ട് ഒരു കടലാസ് പോലും കേന്ദ്ര ഗവൺമെൻറ് അയച്ചിട്ടില്ല. ഒരു കടലാസ് പോലും ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളം അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ രേഖ അനുസരിച്ച് PM ഉഷ പദ്ധതി ആണല്ലോ. PM ഉഷ പദ്ധതി പ്രകാരം 2024 ഡിസംബറിൽ 405 കോടി രൂപ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട് കേരളം. 2024 ഡിസംബർ, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ NEP പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ CPM-ന്റെ തന്നെ R. ബിന്ദു എന്ന വിദ്യാഭ്യാസ മന്ത്രി മുഖേന നടപ്പാക്കി കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ഇത് നടപ്പാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ NEP ഇവർ അംഗീകരിച്ചിട്ട് ഇത്ര കാലമായി. ഈ CPI മന്ത്രിമാർ എവിടെയായിരുന്നു ഇത്രയും കാലം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എടുത്തോളൂ. ഇപ്പോഴത്തെ തർക്കവും ബേസ്ലെസ് ആണ്. എന്താ കാര്യം എന്നറിയോ? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് വാങ്ങാൻ ഞങ്ങൾ എതിരാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ CBSE സിലബസ് ഇപ്പോൾ പഠിക്കേണ്ടി വരും. CBSE സ്കൂളുകൾ എത്രയുണ്ട് കേരളത്തിൽ? അത് കേരള സിലബസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. CBSE സ്കൂളുകൾ, ഇവിടുത്തെ എല്ലാ മതസംഘടനകളും CBSE സ്കൂൾ നടക്കുന്നുണ്ട്.
അവിടുത്തെയൊക്കെ പാഠപുസ്തകങ്ങളിൽ എന്താ കാവ്യവൽക്കരണം വരും, ബി ജെ പിയുടെ നയം വരും എന്നൊക്കെയുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ CBSE സ്കൂളുകൾ ആരെങ്കിലും ഇതിനു മുമ്പ് റദ്ദാക്കിയിട്ടുണ്ടോ? ഇല്ല. CBSE സ്കൂളുകൾക്ക് ഫണ്ടിന്റെ പ്രശ്നമേ ഇല്ല. CBSE സ്കൂളുകൾക്കുള്ളതല്ല ഫണ്ട്, കേരള ഗവൺമെന്റിന് കൊടുക്കുന്ന ഫണ്ടാണ് PM ശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പറയുന്നത് ന്യായമല്ല. ഈ പറയുന്നതിൽ ബേസും ഇല്ല. ഇനി ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ പറയാം. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോലും ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത് കേട്ടാൻ തോന്നുന്നു ആദ്യമായി NEP അംഗീകരിക്കാമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തടഞ്ഞു വെച്ച കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ആദ്യം അംഗീകരിക്കുന്നു എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇത് എന്ന് അംഗീകരിച്ചു എന്ന് പറയോ? 2024 സർക്കാർ ഉത്തരവുണ്ട്. 2024 ഫെബ്രുവരി മാസം, ഞാൻ കൃത്യം പറഞ്ഞുതരാം. അതിൻ്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ കൂടെ വീഡിയോയിലേക്ക് കാണിക്കാം. ഇതാണ് 2024 ഉത്തരവ്. 2024 മാർച്ച് മാസം 30-ാം തീയതി 30/3/24 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് റാണി ജോർജ് IAS അയച്ച കത്താണ്. ആർക്കാ അയച്ചത്? കത്ത് അയച്ചിരിക്കുന്നത് ടു ശ്രീ സഞ്ജയ് കുമാർ IAS, സെക്രട്ടറി ടു ഗവൺമെൻറ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി അയച്ച കത്താണ്. എന്ന് 2024 ഫെബ്രുവരി മാസം 23-ാം തീയതി അയച്ച കത്താണ്. ആ കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കത്തിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ദ സ്റ്റേറ്റ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എസ്റ്റാബ്ലിഷ് PM ശ്രീ സ്കൂൾസ് ഇൻ കേരള. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണെന്ന് എന്ന് എഴുതിയിരിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ എഴുതി കൊടുത്തിരിക്കും. ഫെബ്രുവരിയിലാണ്. അപ്പോൾ എത്ര ആലോചിച്ച് നോക്കും? ഒരു വർഷത്തിൽ 24 ഇപ്പോൾ 26 2 കൊല്ലത്തോളമായി ഇവർ കൊടുത്തിട്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഇൻ ദിസ് റിഗാർഡ് എ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഹെഡഡ് ബൈ പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ കൺസ്റ്റിറ്റ്യൂട്ടഡ്. 2024 ഫെബ്രുവരിയിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കമ്മിറ്റി, വേണോ വേണ്ടേന്ന് ആലോചിക്കാനല്ല. നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മിറ്റി, the MOU for establishing PM Shri schools will be signed by the state before the academic year 2024-25. 2024-25 തീരുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട MOU ഒപ്പിടാൻ പോലുള്ള അധികാരം ഈ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കൊടുക്കാമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ തീരുമാനിച്ചു വെച്ചത് 2024 ഫെബ്രുവരിയിലാണ്. എന്നിട്ട് ഇപ്പോൾ പറയാം, ഞങ്ങൾ NEP എന്ന് പറയുന്ന ഒരു പുതിയ സാധനം എന്താണ്, ഭയങ്കര ഭീകരമാണ്, അത് ചാണകമാണ്, സംഖ്യയാണ്. എത്ര അശ്ലീലം നിറഞ്ഞ വർത്തമാനം എന്ന് പറയും. ഈ കാലം വരെ ഈ മന്ത്രിസഭ ഇത്രയേറെ ഫയലുകൾ നീക്കിയിട്ടും കേന്ദ്രവും കേരളവുമായി ഈ കൂടിയാലോചനകളൊക്കെ നടത്തിയിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോടിക്കണക്കിന് രൂപ വാങ്ങിയെടുത്തിട്ടും NEP ഇപ്പോഴും വേണോ വേണ്ടേന്ന് ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് അത് ആലോചന തുടങ്ങുന്നത്. ഈ CPI മന്ത്രിമാർക്ക് എന്തായിരുന്നു പണി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരിതൊന്നും അറിയുന്നില്ല. ഈ രാജ്യത്ത് എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല എന്നല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇപ്പോൾ CPI എന്ന പാർട്ടി ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു കോലാഹലം ഉണ്ടാക്കുക എന്നതൊഴിച്ചാൽ ഇതിൽ ഒരു അർത്ഥവുമില്ല എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ഈ സ്കൂൾ തലത്തിൽ, ഹയർ സെക്കൻഡറി, അതായത് കൊളീജിയേറ്റ് തലത്തിൽ അങ്ങനെ രണ്ടായിട്ട് PM ശ്രീ പദ്ധതി വരുമെന്നാണോ മാഷ് പറയുന്നത്? PM ശ്രീ പദ്ധതി രണ്ടല്ല, PM ശ്രീ ഒന്നാണ്. PM ശ്രീയിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പ്രീ പ്രൈമറി തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ വരെ, റിസർച്ച് ലെവൽ വരെയുള്ള വിദ്യാഭ്യാസം വരുമല്ലോ. അതെ, പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായവും വരുമല്ലോ. ഓരോന്നിനായിട്ട് NEP ഇല്ല. NEPയുടെ വ്യത്യസ്ത പ്രോജക്റ്റുകൾ വ്യത്യസ്ത മേഖലകൾ നടപ്പാക്കാനുള്ളതാണ്. ഇതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്ന 2 പദ്ധതികളാണ്. ഒന്ന് ഈ ക്രെഡിറ്റ് ABC എന്ന് പറഞ്ഞ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അത് നമ്മൾ നടപ്പാക്കി, വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കി. രണ്ടാമത്തെ FIUG 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അത് നമ്മൾ നടപ്പാക്കി. കോളേജ് വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കി കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് ഇത് പറ്റുമോ ഇല്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ കത്തിടപാടുകൾ, ചർച്ചകളെല്ലാം നടന്നിട്ട് ഇവിടെ ഫണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2024 ഡിസംബറിൽ ഈ PM ഉഷ എന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളത്, അതിന്റെ ഫണ്ട് നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ആ മുടങ്ങിക്കിടക്കുന്ന 1500ഓളം കോടി മേടിച്ചെടുക്കാൻ വേണ്ടി താൽക്കാലികമായി ഞങ്ങൾ ഒന്ന് കരാറിൽ ഏർപ്പെടും. ഫണ്ട് മുടങ്ങിക്കിടക്കുന്നതിന്റെ കാര്യം സത്യത്തിൽ ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. SSAയുടെ ഫണ്ട് അക്കൗണ്ടബിൾ, നല്ല കൃത്യമായ ഓഡിറ്റ് ഉള്ളതാണ്. SSA എന്ന് പറഞ്ഞാൽ അറിയാലോ, പാർട്ടി പ്രവർത്തകന്മാർക്ക് CPMന്റെ ബുദ്ധിജീവികൾക്കൊക്കെ കയറി ഇരുന്നിട്ട് മേയാനുള്ള തട്ടകമാണ് SSA എന്ന് പറഞ്ഞത്. ഈ സർവശിക്ഷ അഭിയാൻ, കേരളത്തിൽ അത് SSK എന്ന് പറയും, സർവശിക്ഷ കേരള.
ഈ രണ്ടും അങ്ങനെയാണ്. അവരുടെ ഡോക്യുമെന്റേഷനും കമ്മ്യൂണിക്കേഷനും കൃത്യമല്ലാത്തതുകൊണ്ട് ആ ഫണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ NEP-യുടെ ഭാഗമായി നടക്കേണ്ട ഒരു പദ്ധതി കൂടി അവശേഷിക്കുന്നുണ്ട്, അതാണ് PM ശ്രീ. അതിന് കാരണം പറഞ്ഞാൽ എന്താ, നരേന്ദ്രമോദിയുടെ പടം വെക്കേണ്ടി വരും. നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ എന്താ അപകടം? ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രി, ഒരു പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ പടം വെക്കുന്നു എന്ന ബാലിശമായ കാരണം കൊണ്ട് തടഞ്ഞു വെക്കുമോ? ഇല്ല, അതല്ലല്ലോ കാരണം. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉയർത്താൻ, ആശയപരമായി പ്രത്യയശാസ്ത്രപരമായ ഒരു തർക്കം സംഘപരിവാറുമായി ഇവർക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഏറ്റവും വില കുറഞ്ഞ ബാലിശമായ നാടകം മാത്രമാണിത്. ഈ സർക്കാർ ഉത്തരവ് 2024 സർക്കാർ ഉത്തരവ് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കാം, പൊതുജനങ്ങൾ കാണട്ടെ, നമ്മുടെ പ്രേക്ഷകർ അറിയട്ടെ ഈ കള്ളക്കളിയുടെ സത്യം എന്താണ്, രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് നേര് പറയാത്തത്, അവരുടെ ഓഫീസുകൾ നടക്കുന്ന ഫയൽ നീക്കത്തെക്കുറിച്ച് പോലും യഥാർത്ഥത്തിൽ ജനങ്ങളോട് സത്യം പറയാത്തത് എന്താണ്. അത് പറയിപ്പിക്കാനുള്ള ബാധ്യത നമുക്ക് മാധ്യമങ്ങൾക്കുണ്ടല്ലോ. നമ്മൾ തീർച്ചയായിട്ടും അത് ജനങ്ങളോട് പറയുന്നു, ജനങ്ങൾ ഏറ്റെടുക്കട്ടെ, ജനങ്ങൾ സംസാരിക്കട്ടെ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.